മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സർക്കാരിന്റെ വികസന സദസ്സുകൾ ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് UDF കൺവീനർ തന്നെ പറഞ്ഞു അതിൽ UDF ഭാഗമാകില്ല. പക്ഷെ മലപ്പുറത്ത് നിന്ന് ലീഗ് ഒരു സർക്കുലർ ഇറക്കി അതിൽ ഭാഗമാകണമെന്നുള്ള നിലക്ക് എന്താണ് ആ ഒരു ഇതിനൊരു തിരുത്ത് നൽകിയെങ്കിലും എന്താണ് അങ്ങനെ ഒരു ഇത് വന്നത്? അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആ സർക്കുലർ UDFിൻ്റെ തീരുമാനത്തോടൊപ്പം മുസ്ലിം ലീഗ് ഉണ്ട്. UDFിൽ നിന്ന് മാറി എന്നിട്ടോ അതിന് വിരുദ്ധമായ ഒരു തീരുമാനം ഒരു കാര്യത്തിലും മുസ്ലിം ലീഗിനില്ല. UDF തീരുമാനിച്ചിട്ട് ഈ ഗവൺമെൻറ് വികസന സദസ്സുകൾ നടത്തുന്നത് ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും പറയാനാണ്. പൊള്ളയായ നേട്ടങ്ങൾ ഒരു നേട്ടവും ഇല്ല എന്നുള്ളത് വികസന സദസ്സ് നടത്താതെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, വികസനം ഉണ്ടായിട്ടില്ല, വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ജനങ്ങൾക്കറിയാം. ഞങ്ങൾ വികസന സദസ്സ് നടത്തുന്നത് അതായത് UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ആ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ വികസനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടേതായ സദസ്സുകൾ നടത്തും, ജനങ്ങളുമായി ബന്ധപ്പെടും എന്നാണ് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന UDF തീരുമാനിച്ചത്. ഗവൺമെൻറ്റിൻ്റെ പരിപാടിയുമായി സഹകരിക്കാനല്ല, സ്വന്തമായി അതായത് ഞങ്ങൾ UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ആ തദ്ദേശ സ്ഥാപനങ്ങളോട് കേരള ഗവൺമെൻറ് ചെയ്ത നെറികേടുകൾ, അവരുടെ സമ്പത്ത്, അവരുടെ സ്വയം ഫണ്ട് പോലും പിടിച്ചെടുത്തത്, വികസനം നടത്താൻ സമ്മതിക്കാത്തത്, അതുപോലെ തന്നെ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുടേതായ പരിപാടികൾ സ്വയം നടത്തും എന്നാണ് മലപ്പുറം ജില്ലയിലെ UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ തീരുമാനിച്ചത്. അത് അങ്ങനെയെങ്കിൽ മലപ്പുറം ജില്ലയിലെ തദ്ദേശ സംസ്ഥാന വ്യാപകമായി UDF ഭരിക്കുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഒരു ആശയം മലപ്പുറത്ത് മാത്രം എങ്ങനെയാണ് അങ്ങനെ? അല്ല, UDF മലപ്പുറം ജില്ലയിലെ UDF പ്രവർത്തകരെ തീരുമാനിച്ചാണ്. എല്ലാ ജില്ലകളിലും തീരുമാനിക്കും. എല്ലാ ജില്ലകളിലും UDF ഭരിക്കുന്നിടത്തും ഞങ്ങൾക്ക് ജനങ്ങൾക്ക് എന്തു ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. UDF ഭരിക്കാത്തടത്ത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അത് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് UDF അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് കേരളത്തിൽ മുഴുവൻ. അല്ല, പേരൊന്നും തീരുമാനിച്ചിട്ടില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ വികസന സദസ്സിൻ്റെ പ്രഹസനം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ള രൂപത്തിൽ സത്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ കഴുത്തു നെരിച്ച് കൊല്ലുകയാണ് ഈ ഗവൺമെൻറ് ചെയ്തത്. അവർക്ക് ഫണ്ട് കൊടുക്കാതെ, കൊടുത്ത ഫണ്ട് തന്നെ തിരിച്ചെടുത്ത് അവരുടെ വികസന പദ്ധതികൾ അട്ടിമറിച്ച് ഒക്കെയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സദസ്സ് കൂടി സന്ദർഭം കൂടി ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ UDF കേരളത്തിൽ മുഴുവൻ നടത്തും. മറ്റൊരു കാര്യം, ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ ഒരു വാർഡ് വിഭജനം നടന്നു, BJPക്ക് അനുകൂലമായി വാർഡ് വിഭജനം നടന്നു എന്ന് പറഞ്ഞു. കാരണം ഈ ചാലപ്പുറം വാർഡിൽ 3200 വോട്ടുകളുണ്ട്. അതിൽ 2900 വോട്ട് അത് മുസ്ലിം വോട്ടുകളാണ്. ആ വോട്ടുകൾ മറ്റൊരു മുഖദാറിലേക്ക് മാറ്റി എന്നുള്ളൊരു ആരോപണമാണ് മുസ്ലിം ലീഗും ഉന്നയിക്കുന്നത്. അതൊരു വാർത്തയായി പുറത്തു വന്നതാണ്. 2900 മുസ്ലിം വോട്ടുകൾ മുഖദാരിലേക്ക് UDFന് സ്വാധീനമുള്ള വാർഡിലേക്ക് മാറ്റി, മറ്റേ വാർഡ് അത് BJPക്ക് അനുകൂലമാക്കി എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. ഈ ഡീലിമിറ്റേഷനിൽ ധാരാളം അപാകതകൾ നടന്നിട്ടുണ്ട് എല്ലായിടത്തും. കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമല്ല, ഞങ്ങളതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ അവസ്ഥ ആളില്ലാത്ത പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വർഷങ്ങളായി ആൾതാമസം ഇല്ലാത്തൊരു കെട്ടിടത്തിൻ്റെ പേരിൽ 67 വോട്ടർമാരെ ചേർത്തിട്ടുണ്ട്. എവിടുന്നേ ഇവർ വന്നു എന്ന് പറഞ്ഞുകൂടാ. ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ 45 വയസ്സുള്ള ഒരു വാർഡ് സെക്രട്ടറിക്ക് 50ഉം 62 വയസ്സുള്ള 2 മക്കളുണ്ട് വോട്ടർ പട്ടികയിൽ. ഇതുപോലുള്ള അപാകതകൾ നിരവധിയുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ ചാലപ്പുറത്തിലെ വാർഡ് അതിൽ നിന്ന് UDF വോട്ടുകൾ വെട്ടിമാറ്റി UDF പ്രദേശങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ചില ഡിവിഷനുകളിൽ 1000-ഓളം വോട്ടുകളേ ഉള്ളൂ. ചില ഡിവിഷനിൽ 8000-ഉം 9000-ഉം വോട്ടുകളുണ്ട്. തികഞ്ഞ അപാകതയാണ് ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം ലീഗ് UDF അതിനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോഴിക്കോട് മാത്രമല്ല, മറ്റ് കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്.